ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് സംഭൽ സന്ദർശിക്കും. സംഘർഷത്തിൽ കൊല്ലപ്പെട്ട ആൾക്കാരുടെ വീടും പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന ആളുകളെയും ഒക്കെ രാഹുൽ ഗാന്ധി നേരിട്ട് കാണുന്നുണ്ട്. കെ.സി. വേണുഗോപാലും പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും രാഹുലിനൊപ്പം ഉണ്ടാകുമെന്ന് അറിയുന്നു. വിനീത വിജി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. ഡൽഹിയിലെ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു വിനീത? മണിപ്പൂരിൽ നിന്ന് വന്നതിന് ശേഷം ഡൽഹി എങ്ങനെയുണ്ട് നോക്കിയപ്പോൾ? വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ. ഡൽഹിയിൽ ജീവിതമൊക്കെ സുഖമായി പോകുന്നു. ഇവിടെ ഒരു കാലാവസ്ഥ ഇപ്പോൾ കുറച്ച് തണുപ്പിലേക്ക് ഇങ്ങനെ മാറുന്ന ഒരു കാലാവസ്ഥയാണ്. രാവിലെ തന്നെ നല്ല കാറ്റുണ്ട്. അപ്പോൾ മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു തണുപ്പ് മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എങ്കിലും ഡൽഹിയിൽ അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് നിലവിലുള്ളത്. എസ്കേൻ സൂചിപ്പിച്ച വാർത്തയിലേക്ക് വരികയാണെങ്കിൽ ഈ സംഘർഷമൊക്കെ നടന്നിരുന്ന സംഭവം അവിടെ ഈ ഡിസംബർ 10 വരെ അവിടെയൊക്കെ നിരോധനാജ്ഞ ആണുള്ളത്. പൂർണ്ണമായും നിരോധനമാണ് ആ മേഖലകളിലേക്കുള്ളത്. അതുകൊണ്ട് തന്നെ നേരത്തെ മുസ്ലിം ലീഗിന്റെയും സമാജ്വാദി പാർട്ടിയുടെയും ഒക്കെ സംഘങ്ങൾ സംഭൽ സന്ദർശിക്കാനായി എത്തിയപ്പോൾ അവിടെ പോലീസ് അവരെ തടയുകയും മടക്കി അയക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ നിന്നുള്ള മുസ്ലിം ലീഗിന്റെ എംപിമാരടക്കം അങ്ങനെ ആ സന്ദർശനം ഉപേക്ഷിച്ച് മടങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ കോൺഗ്രസിന്റെ മറ്റൊരു സംഘം അവിടുത്തെ PCC അധ്യക്ഷൻ അജയ് റായുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ സംഭൽ സന്ദർശിക്കാനായി പോയിരുന്നുവെങ്കിലും അതിനും പോലീസ് അനുമതി നൽകിയിട്ടുണ്ടായിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം. നമുക്ക് അറിയാൻ കഴിയുന്നത് രാവിലെ 10 മണിയോടുകൂടി തന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി, കെ.സി. വേണുഗോപാൽ തുടങ്ങിയവരൊക്കെ തന്നെ ഡൽഹിയിൽ നിന്ന് സംഭലിലേക്ക് യാത്ര തിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഉച്ചയോടുകൂടി അവരവിടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തുടർന്ന് അവിടെ ഈ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ, ഒപ്പം തന്നെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെയൊക്കെ രാഹുൽ ഗാന്ധി നേരിൽ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. തുടർന്ന് ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ അദ്ദേഹം തിരിച്ച് ഡൽഹിയിലേക്ക് മടങ്ങി വരുമെന്നും അറിയാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഏറ്റവും ഒരു പ്രശ്നമെന്ന രീതിയിൽ ഇപ്പോൾ രാഹുലിന്റെ സന്ദർശനത്തിന് പോലീസ് ഇനിയും അനുമതി നൽകിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അറിയിപ്പും ഉത്തർപ്രദേശ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. കാരണം ഈ അവിടെ നിരോധനം തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം പുറത്തുനിന്നുള്ള സന്ദർശനങ്ങൾ അവിടെ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇടയാക്കുമെന്നുള്ളതാണ് ഉത്തർപ്രദേശ് പോലീസ് വിശദീകരിക്കുന്നത്. പക്ഷേ ആ നിയന്ത്രണങ്ങൾ നിലനിൽക്കെ തന്നെ സന്ദർശിക്കുമെന്നാണ് കോൺഗ്രസും അറിയിച്ചിട്ടുള്ളത്. എസ്കെ വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത്.